സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദേശീയപാത വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ദേശീയപാത സംരക്ഷണ സമിതി. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്തപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് സമിതി ഭാരവാഹികൾ. ടെക്നിക്കൽ അസിസ്റ്റന്റിനെതിരെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അധ്യക്ഷനായ ജില്ലാ അപ്രൈസറി കമ്മിറ്റി ശരിവച്ചു. നടപടി നേരിട്ടെത്തിയുള്ള പരിശോധനയിൽ. കർഷകന്റെ കണ്ണീർ കാണേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയെന്നും മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. മൂന്നാറിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സബ് കളക്ടറുടെ നോട്ടീസ്. സ്ഥാപനവും കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളും സബ് കളക്ടർക്ക് മുമ്പിൽ ഹാജരാക്കണം. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ, ദേശീയപാത വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ദേശീയപാത സംരക്ഷണ സമിതി. ദേശീയപാത വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 1 മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത സംരക്ഷണ സമിതി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ദേശീയപാത 85 സംബന്ധിച്ച് കേസെടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ദേശീയപാത അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാവുകയും നേരിമംഗലം മുതൽ വാളർ വരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുക മാത്രമാണ് ഉണ്ടായത്. ഇത് ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വനമാണ് എന്നുള്ള നിലപാടിൽ മാറ്റമുണ്ടെന്നും ഇത് റവന്യൂ ഭൂമിയാണെന്നും സർക്കാരിന്റെ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചെങ്കിലും അദ്ദേഹം രേഖാമൂലം ഒരു സത്യവാങ്മൂലം കൊടുക്കാത്തതുകൊണ്ട് ഹൈക്കോടതി ഈ നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള റോഡിന്റെ നിർമ്മാണ വിലക്ക് അത് നിലനിർത്തുകയാണ് ചെയ്തത്. ശരിയായ സത്യവാങ്മൂലം നൽകി റോഡ് നിർമ്മാണം തുടരാൻ നടപടി ഉണ്ടാകാത്ത പക്ഷം സെപ്റ്റംബർ 1 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും MLA-മാരെയും മന്ത്രിമാരെയും ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരങ്ങൾ ആവിഷ്കരിക്കുമെന്നും ഭാരവാഹികളായ PM ബേബി, റസാഖ് ചൂരവേലിൽ, KK രാജൻ, അഡ്വക്കേറ്റ് ആൽഫിൻ ജോയി, സന്തോഷ് മാധവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ അടിമാലി. ടെക്നിക്കൽ അസിസ്റ്റന്റിനെതിരെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അധ്യക്ഷനായ ജില്ലാ അപ്രൈസറി കമ്മിറ്റി ശരിവച്ചു. നേരിട്ടെത്തി രേഖകൾ പരിശോധിക്കുകയും ഭരണസമിതി അംഗങ്ങൾ, മുൻ സെക്രട്ടറിമാർ, നിലവിലെ ജീവനക്കാർ, ആദിവാസി മൂപ്പന്മാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്ത ശേഷമാണ് അപ്രൈസറി കമ്മിറ്റി ആരോപണങ്ങൾ ശരിവച്ചത്. ഇതോടെ താൽക്കാലിക ജീവനക്കാരനായ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിബിൻ തോമസിനെ പിരിച്ചുവിട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിക്ക് നിയമസാധുത ഏറുകയാണ്. ഉപ്പുതറ പഞ്ചായത്തിൽ ജോലിയിൽ തുടരാനായി ഇയാൾ ഹൈക്കോടതിയിൽ നൽകിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം വ്യാജമായി ചമച്ചതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും സഹായം നൽകിയ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി P. കിരൺ, സീനിയർ ക്ലാർക്ക് KP സുനിത എന്നിവരോട് വിശദീകരണം തേടി. തുടർ നടപടി സ്വീകരിക്കുവാനും കമ്മിറ്റി ഭരണസമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർക്ക് ഗവേൺസുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ചില്ല. പ്രസിഡന്റ്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഹെഡ് ക്ലാർക്ക് എന്നിവരുടെ അനുമതിയില്ലാതെ ഇവരുടെ പാസ്വേഡ് ഉപയോഗിച്ചു. സെക്രട്ടറി നൽകിയ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകിയിട്ടില്ല. അധികാര ദുർവിനിയോഗം നടത്തി തുടങ്ങിയ ഇയാൾക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് കമ്മിറ്റി ശരിയാണെന്ന് കണ്ടെത്തിയത്. അപ്രൈസറി നൽകിയ കുറ്റാരോപണ മെമ്മോയ്ക്ക് പോലും മറുപടി നൽകുവാനും ഇയാൾ തയ്യാറായിട്ടില്ല. ആദിവാസികളുടെ വീടുകളും 2 ആദിവാസി ഉന്നതികളിലെ സാംസ്കാരിക നിലയങ്ങളും നിർമ്മാണം പൂർത്തിയാകാതെ മുഴുവൻ തുകയും മാറിയെടുത്തത് ഈ ജീവനക്കാരനാണ്. മറ്റൊരാളുടെ പേരിലാണ് ഇയാൾ കരാറെടുത്ത ആദിവാസികളെ വഞ്ചിച്ചത്. നിശ്ചിത സമയത്ത് പ്രോജക്റ്റ് സമർപ്പിക്കാതെ 4 കോടി രൂപ പഞ്ചായത്തിന് നഷ്ടമാക്കി.
പ്രവർത്തന സമയം കഴിഞ്ഞ് ഓഫീസിലിരുന്ന് മദ്യപിച്ചു തുടങ്ങിയ നിരവധി പരാതികളാണ് ബിബിനെതിരെ ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ ഉപ്പുതറ. കർഷകന്റെ കണ്ണീർ കാണേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്നും കാർഷിക വിളകൾക്കും കർഷകർക്കും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോയ് കെ പൗലോസ്. കാർഷിക വിളകൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന വില നൽകാൻ നാട്ടിൽ സംവിധാനമില്ല. അഴിമതിയും ധൂർത്തും നടത്തി മുന്നോട്ടു പോകുന്ന സർക്കാർ സംവിധാനങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചും കൃഷിയിടങ്ങളിലെ വന്യമൃഗങ്ങളുടെ ശല്യം, കുരങ്ങ്, കാട്ടുപന്നി, കാട്ടുപോത്ത്, ആന തുടങ്ങി കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാർഷിക ലോണുകൾ നിഷേധിക്കുന്ന ദേശസാൽകൃത ബാങ്കുകളുടെ നിഷേധാത്മക സമീപനങ്ങൾക്കെതിരെയും പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് നടപ്പിലാക്കാതെ കർഷകരെ വഞ്ചിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചും കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോയ് കെ പൗലോസ്. പലരും പറയുന്നത് എന്താ, ഞങ്ങൾ ഇത് വന്ന് തുറന്നു വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് പേരോട് മറുപടി പറയേണ്ടി വരും. ബാങ്കുകാരപ്പം അന്വേഷിക്കും, ഞങ്ങൾ കടം കൊടുക്കാനുള്ളവരപ്പം അന്വേഷിക്കും. അതുകൊണ്ട് ഒരു ദിവസം പോലും ഇത് തുറക്കാതിരിക്കാൻ വയ്യ. ചിലപ്പോൾ രാവിലെ തുറന്നു വെച്ച് വൈകിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് 1-2 കച്ചവടം വരെ നടക്കുന്ന ദിവസങ്ങൾ വരെയുണ്ട്. അത്ര ദയനീയമായ അവസ്ഥയിലാണ് പല സ്ഥാപനങ്ങളും. കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് സനു പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പയ്യാനടുത്ത മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു അത്തിമുട്ടിൽ, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് MM വർഗീസ്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് MP, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP റഹീം, INTUC ജില്ലാ സെക്രട്ടറി ബിജു ഡാനിയൽ, ഷിബു M തോമസ്, ബിനോയ് നടുപ്പറമ്പിൽ, ഹൈദ്രോസ് മീരാൻ, മണിമേഖല, നോബിൽ ഷിബു, സാലി ജേക്കബ്, TN ബോസ്, ഷിബിൻ ഷാജി, റോഷൻ തോമസ്, സിറിൽ യോഹന്നാൻ, ജയ്മോൾ റെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കുമളി. മൂന്നാർ ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സബ് കളക്ടറുടെ നോട്ടീസ്. സ്ഥാപനമായും കെട്ടിടവുമായും ബന്ധപ്പെട്ട അടിസ്ഥാന രേഖകളും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ ADO ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. മൂന്നാർ ടൗണിൽ പെരിയവാര പാലം മുതൽ ചർച്ചിൽ പാലം വരെയുള്ള ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 29 വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകി. GH റോഡിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ, ലോഡ്ജുകൾ, ഇറച്ചിക്കടകൾ, തുണിക്കടകൾ തുടങ്ങിയവയ്ക്കാണ് സബ് കളക്ടർ VM ആര്യ നോട്ടീസ് നൽകിയത്. സ്ഥാപനമായും കെട്ടിടമായും ബന്ധപ്പെട്ട അടിസ്ഥാന രേഖകൾ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ എന്നിവ സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ ADO ഓഫീസിൽ നേരിട്ട് ഹാജരാകുവാനാണ് സബ് കളക്ടറുടെ നിർദ്ദേശം. മൂന്നാർ ടൗണിലെ പുറമ്പോക്കിലുള്ള കയ്യേറ്റങ്ങൾ തിട്ടപ്പെടുത്തിയതിൽപ്പെട്ട സ്ഥാപനങ്ങളാണിവയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി 2024 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപന ഉടമകളെ നേരിൽ കേൾക്കുന്നതിനായി നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും നേരിട്ട് ഹാജരാകാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ മൂന്നാർ. മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയാണ് മരിച്ചത്. ഭക്ഷണം പാകം ചെയ്യുവാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ ഇയാളെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തലയ്ക്ക് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. സംഭവം കൊലപാതകമാണോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജപാണ്ഡിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാത്രിയിലും രാജപാണ്ഡി സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്നതായാണ് വിവരം. രാവിലെ വേറെയും സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയതോടെ കറിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് രാജപാണ്ഡി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയി. ഏറെ സമയം കഴിഞ്ഞിട്ടും ഇയാൾ തിരികെ എത്താതെ വന്നതോടെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. நின்றுருக்காங்க. நைட் வச்சுட்டு காலையில் சாப்பிட்றதுக்கு அங்கே சோறு ஆக்கி இருக்குது. இங்கே இது குழம்பு வைக்கிறதுக்காக ஆள் வந்து சாப்பிட்டுட்டு வரணும்னு வந்தது. அதுக்கு பிறகு திருப்பி நானும் சாப்பிடவே இல்லை. அது பிறகு திருப்பி 12:30 ஆக போது சரி ஆள் வரல அப்படின்னு பார்க்கும்போது நான் கொழுந்து வண்டி வரும். கொழுந்து வண்டி வந்துச்சுன்னா நான் அங்கே போட்டுட்டு நான் இங்கே வர முடியாது. அதனால் அங்கே ஒயிட் வாஷ் பண்ணலாங்க. ஒயிட் வாஷ் பண்ணும்போது அவங்க போய் ஒரு வாட்டி பார்த்துட்டு வாங்கன்னு சொன்னேன். அவன் வந்து பார்த்துட்டு வந்து சொன்னപ്പോൾ தான் எனக்கு தெரியும். വിവരമറിഞ്ഞതോടെ മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി.
ഭിത്തിയിൽ ചോരക്കറയുള്ളതായും രാജപാണ്ഡിയുടെ തലയിൽ ആഴത്തിൽ മുറിവുള്ളതായും വിവരമുണ്ട്. സംഭവത്തിന് പിന്നിൽ കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർ നടപടികൾ സ്വീകരിച്ചു. ജീവനക്കാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലിക്ക് നൽകുന്ന കമ്പനിയുടെ കീഴിലാണ് ചൊക്കനാട് എസ്റ്റേറ്റിൽ രാജപാണ്ഡി ജോലി ചെയ്തു വന്നിരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 5 വയസ്സുകാരൻ പനി ബാധിച്ചു മരിച്ചു. കൂടലാർകുടിയിൽ മൂർത്തി ഉഷ ദമ്പതിയുടെ മകൻ കാർത്തിക്കാണ് മരിച്ചത്. കുട്ടിയെ കുടിയിൽ നിന്നും ചുമന്ന ആനക്കുളത്തും പിന്നീട് വാഹനത്തിൽ അടിമാലിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആണ്ടവൻകുടിയിലും 13കാരൻ പനി ബാധിച്ച് മരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് 5 വയസ്സുകാരനായ കാർത്തികിന് പനി തുടങ്ങിയത്. കുടിയിൽ നിന്നും 10 കിലോമീറ്ററോളം ദൂരം കാട്ടിലൂടെ കാൽനടയായി സഞ്ചരിച്ച ആനക്കുളത്തെത്തി. ഇതിന് 2 മണിക്കൂറിലധികം സമയം വേണ്ടിവന്നു. കുട്ടിയെ തുണിയിൽ മഞ്ചൽ കെട്ടി ചുമന്നാണ് ഇത്രയും ദൂരം എത്തിച്ചത്. പിന്നീട് വാഹനത്തിൽ കുട്ടിയെ മാങ്കുളത്തും അടിമാലി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. മൂന്നാറിൽ നിന്ന് സൊസൈറ്റി കുടി വരെ മാത്രമാണ് റോഡ് സൗകര്യമുള്ളത്. പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള കുടികളിലേക്ക് ഇപ്പോഴും കാൽനടയാത്ര മാത്രമാണ് ഗതാഗത സംവിധാനം. പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകുവാനെത്തിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതായി ആരോപണം. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരി പരാതി ഉന്നയിക്കുന്നത്. വാഹനാപകടം സംബന്ധിച്ച് മൊഴി നൽകുവാനെത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും കേസെടുത്തില്ലെന്നും പരാതിയിൽ പറയും. കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ജോലി കഴിഞ്ഞ് മടങ്ങവേ ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ നെടുങ്കണ്ടം കൽക്കുന്തലിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. ആരോഗ്യവകുപ്പ് ജീവനക്കാരല്ലാതെ മറ്റ് യാത്രക്കാരും വാഹനത്തിലുണ്ടായിരുന്നു. അപകടശേഷം ഇവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആശുപത്രിയിൽ നിന്ന് അപകടം സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറി. എന്നാൽ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ പോലീസ് ആശുപത്രിയിലെത്തിയില്ല. പകരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. എന്നാൽ സ്റ്റേഷനിൽ 3 മണിക്കൂറോളം ഇരുന്നിട്ടും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമാണ് ആരോപണം. നിങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്കും സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് ഒരു 2:15 തൊട്ട് ഞങ്ങളവിടെ 5 മണി വരെ ഞങ്ങളിരുന്നു. വേറെ ആളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നതിന് അതിനെ വിളിച്ച് ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു പറ്റത്തില്ല, ഓട്ടോക്കാരൻ്റെ പേര് കേസ് കൊടുക്കാനും മൊഴി മാറ്റി പറയണമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞാണ്. ഇതിന് ഞങ്ങളെ ഒരുപാട് അവർ കളിയാക്കി. സ്റ്റേഷനിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരി ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റൊരാളെ മാത്രം വിളിച്ച് വിവരങ്ങൾ തിരക്കുകയും പിന്നീട് കേസിൽ നിന്ന് പിന്മാറണമെന്ന് ഇവരോട് പറയുകയുമായിരുന്നു. കേസെടുക്കാനാവില്ലെന്നും അറിയിച്ചു. പരാതി പിൻവലിക്കുന്നതിനായി ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും സംഭവത്തിൽ പരിക്കേറ്റവരുമായ ചന്ദ്രവല്ലിയമ്മ, ബ്ലെസ്സി മാർട്ടിൻ, റംലത്ത് ബീവി എന്നിവർ ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാടത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്.
അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി അടച്ചു. കുഴിയുടെ വലിപ്പം വർദ്ധിച്ചത് വാഹനയാത്രികർക്ക് ഭീഷണിയായിരുന്നു. കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കുവാനുള്ള നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി കുഴി അടച്ചത്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു പാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺവേ ആയി ക്രമീകരിച്ചു. പഴയ പാലത്തിൽ രൂപം കൊണ്ട കുഴിയായിരുന്നു വാഹനയാത്രികർക്ക് തലവേദനയായി മാറിയത്. കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കുവാനുള്ള നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തവുമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി കുഴി അടച്ചത്. ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ പാലത്തിലെ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നത് ആശങ്കയായിരുന്നു. ഇതോടെ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം തടഞ്ഞാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലയെയും ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലം നിർമ്മിച്ചത്. കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത്. സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലാണ് പാലത്തിന്റെ നിർമ്മാണം. സിറ്റി വിഷൻ, മൂന്നാർ. സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന സന്നദ്ധ സൊസൈറ്റിയാണ് സ്വാന്തനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ 12 പഞ്ചായത്തുകളിലായി 37 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർക്കായി 2500 രൂപയുടെ 100 ലൈഫ് മെമ്പർഷിപ്പുകളും 1000 രൂപയുടെ 190 കസ്റ്റമർ മെമ്പർഷിപ്പുകളുമാണ് നൽകുന്നത്. മണ്ഡലം കമ്മിറ്റിയുടെ കേന്ദ്രമായി നെടുങ്കണ്ടത്തെ ഓഫീസ് പ്രവർത്തിക്കും. ഓഫീസിന് കീഴിൽ ആംബുലൻസ്, പാലിയേറ്റീവ് നഴ്സ്, ഡോക്ടറുടെ സേവനം തുടങ്ങിയവയും ലഭ്യമാക്കും. ഓരോ യൂണിറ്റിലും 3 വോളണ്ടിയർമാരും 2 സപ്പോർട്ടർമാരും ഉണ്ടായിരിക്കും. ഇതിനോടകം 70-ലധികം സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി MN ഹരിക്കുട്ടൻ, സെക്രട്ടറിയായി TM ജോൺ, കോർഡിനേറ്ററായി NR ജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നെടുങ്കണ്ടം പ്രസ് ക്ലബിന് സമീപത്തായി തുറന്നിരിക്കുന്ന മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. വീടുകളിൽ വ്യക്തികളെ സഹായിക്കുക എന്ന, അവർക്ക് കൈത്താങ്ങായി മാറുക എന്ന ലക്ഷ്യമാണ് പാലിയേറ്റീവ് എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ എല്ലാം വീടുകളിൽ തന്നെ രോഗം വന്നതിനെ തുടർന്ന് അവനവൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ആളുകൾ, യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരുണ്ട്. ധനസഹായം വേണ്ടവർ മിക്കവാറും എല്ലാ വീടുകളിലും. പ്രസിഡന്റ് MN ഹരിക്കുട്ടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം PN വിജയൻ, സൊസൈറ്റി ഭാരവാഹികളായ സോജൻ ജോസ്, ധനേഷ് കുമാർ, ബിന്ദു സഹദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ 26-ന് തങ്കമണിയിൽ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ മണർകാട് എന്നറിയപ്പെടുന്ന പഴയവിടുതി സെന്റ് മേരീസ് സൂണോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളും
പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആത്മീയ ഉണർവ് പകർന്ന ഇത്തവണയും വിപുലമായ രീതിയിലാണ് പഴയവിടുതി സെന്റ് മേരി സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടത്തപ്പെടുന്നത്. ഡോക്ടർ ഏലിയോസ് മോർ അത്താനിസിയോസ് മെത്രോപൊലിത്ത, ബെന്യാമിൻ റംബാച്ചൻ, ഫാദർ എൽദോസ് മേനോത്തുമാലിയൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പെരുന്നാളിന് തുടക്കം കുറിച്ച് ആഗസ്റ്റ് 31 10:45 കൊടിയേറ്റും. തുടർന്ന് സൺഡേ സ്കൂൾ, യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം എന്നിവരുടെ സംയുക്ത വാർഷികവും സംഘടിപ്പിക്കും. എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഭക്തി ആദരവോടെ ഈ വർഷവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ തീയതികളിൽ അനുഗ്രഹപ്രദമായി നടത്തുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്തു വരുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദിവസങ്ങളിൽ വന്യ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും, ഞായറാഴ്ച വന്യ ബെന്യാമിൻ റംബാച്ചൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും, പ്രധാന ദിവസമാകുന്ന 8-ാം തീയതി അഭിനന്യ ഇടവമെത്രാപ്പൊലീത്ത തിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ 5-ന്മേൽ കുർബാനയും നടത്തപ്പെടുന്നു. പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ 1 മുതൽ 7 വരെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രസംഗം, പ്രദക്ഷിണം, നേർച്ചക്കഞ്ഞി വിതരണം, സന്ധ്യാപ്രാർത്ഥന, പ്രസംഗം, ആശീർവാദം, അത്താഴ വിരുന്ന് എന്നിവ നടക്കും. 7 വൈകിട്ട് 6 സന്ധ്യാപ്രാർത്ഥന, ഏലിയോസ് മോർ അത്താനിസിയോസ് മെത്രോപൊലിത്തയുടെ പ്രസംഗം, 8 രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ 5-ന്മേൽ കുർബാന, ഏലിയോസ് മോർ അത്താനിസിയോസ് മെത്രോപൊലിത്ത, ബാബു ചാത്തനാട്ട്, ഫാദർ എൽദോൻമോൻ നടപ്പേൽ, ഫാദർ സാജൻ കൊട്ടാരത്തിൽ, ഫാദർ എബിൻ കാരിയലിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഉച്ചയ്ക്ക് നേർച്ച സദ്യയും തുടർന്ന് കൊടിയിറക്കി സമാപനം കുറിക്കും. പള്ളി വികാരി ഫാദർ എൽദോസ് മോനത്തുമാലിയിൽ, ട്രസ്റ്റി പ്രിൻസ് കന്യാക്കുഴിയിൽ, സെക്രട്ടറി എൽദോസ് കാരിയലിയിൽ, കമ്മിറ്റി അംഗങ്ങളായ ജോഷി കന്യാക്കുഴി, പൗലോസ് കുന്നത്ത്, മത്തായി കന്യാക്കുഴി, ടോബി പാറേക്കാട്ടിൽ, ബിനോയി പള്ളിപ്പാട്ട് തോട്ടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIM ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും കോലം കത്തിക്കലും നടന്നു. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ഡ്യൂട്ടി സെന്റർ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും പ്രവർത്തകർ കത്തിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കലേഷ് കുമാർ, ഷീല രാജൻ, പോൾസൺ, MM സുനീർ, D ആൽബർട്ട്, ബിന്ദു സജീവ, CK പുഷ്കരൻ, ക്രിസ്റ്റി, വിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ പഞ്ചായത്ത് അംഗൻവാടി പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. കിങ്ങിണിക്കൂട്ടം എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് K ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P സരിത അധ്യക്ഷത വഹിച്ചു. ഉപ്പുതറ MOLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളിലെയും കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സത്യനാഥ, പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങേലിൽ, ജെയിംസ് തെക്കേക്കൊമ്പിൽ, സിനി ജോസ്, MN സന്തോഷ്, MN മാനുവൽ, രജനി രവി, യമുന ബിജു, പഞ്ചായത്ത് സെക്രട്ടറി മുജീബ, ICDA സൂപ്പർവൈസർ ടീന ജോയ് എന്നിവർ പ്രസംഗിച്ചു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ദേശീയപാത സംരക്ഷണ സമിതി. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്തപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് സമിതി ഭാരവാഹികൾ. ടെക്നിക്കൽ അസിസ്റ്റന്റിനെതിരെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അധ്യക്ഷനായ ജില്ലാ അപ്രൈസറി കമ്മിറ്റി ശരിവെച്ചു. നടപടി നേരിട്ടെത്തിയുള്ള പരിശോധനയിൽ. കർഷകന്റെ കണ്ണീർ കാണേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയെന്നും മുൻ DCC പ്രസിഡന്റ് റോയ് K പൗലോസ്. മൂന്നാറിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സബ് കളക്ടറുടെ നോട്ടീസ്. സ്ഥാപനവും കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളും സബ് കളക്ടർക്ക് മുമ്പിൽ ഹാജരാക്കണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.